إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ അവധിയിലേക്ക്, നമ്മുടെ ഖബറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ, ദുനിയാവ് പിന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വർതഹലത്തിൽ ആഖിറതു മുഖ്ബില, പരലോകം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലി മിൻഹുമാ ബനൂൻ, ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദുനിയാവിന്റെ മക്കളുണ്ട്, പരലോകം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, പരലോകം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരലോകത്തിന്റെ മക്കളാവുക നിങ്ങൾ. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയ, ഈ നിശ്ചരമായ ജീവിതത്തിന്റെ പിന്നിൽ പോകുന്ന ദുനിയാവിന്റെ മക്കൾ ആയി നിങ്ങൾ മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, പരലോകത്തേക്ക് ഒരുങ്ങുവാൻ, നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഇന്ന് ഇവിടെ വിചാരണയില്ല, എന്നാൽ വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, നാളെ പ്രവർത്തിക്കുവാൻ അവസരമില്ല. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളെല്ലാം നിലക്കും, ദുനിയാവുമായുള്ള എല്ലാ ബന്ധവും നിലക്കും. അതോടുകൂടി പരലോക ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കും. അതുകൊണ്ട് ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുവാൻ നൽകിയ അവസരം മുതലെടുക്കുക എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്നാൽ പരലോകത്തേക്കുള്ളൊരു കൃഷിയിടമാണ്. ഇവിടെ നമ്മൾ കൃഷി അത് തുടങ്ങുകയും അതിനു വേണ്ട വളവും വെള്ളവും നൽകി അതിനെ കൃത്യമായി ശുശ്രൂഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ പരലോകത്ത്
അതിന്റെ വിഭവങ്ങൾ, അതിന്റെ കായ്ക്കനികൾ നമുക്ക് കൊയ്തെടുക്കുവാൻ സാധിക്കും. ദുനിയാവിൽ കൃഷി തുടങ്ങാത്തവന്, ദുനിയാവിൽ വെള്ളവും വളവും നൽകി അതിനെ നോക്കാത്തവൻ എങ്ങനെയാണ് പരലോകത്ത് ആ കൃഷിയുടെ വിളവെടുക്കുവാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവ് പരലോകത്തേക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന സങ്കേതമായി നമ്മൾ കണക്കാക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വയം നിങ്ങൾ വിചാരണ ചെയ്യുക. വസിനുഹാ ഖബ്ല അൻ തുസനു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വയം തൂക്കി നോക്കുക. അതിൽ എത്ര നന്മകളുണ്ട്, എത്ര തിന്മകളുണ്ട് എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ പരിശോധന വിധേയമാക്കുക. അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിചാരണ വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹുവിന് മുന്നിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുടെ ഏടുകളും നിങ്ങളെയും തന്നെ തൂക്കി നോക്കുന്ന മീസാനിന്റെ രംഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ അമലുകളെയും നിങ്ങൾ വിലയിരുത്തുക. വതഹയ്യഊ ലിൽ അർദിൽ അക്ബരി അലല്ലാഹ്, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളുടെ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ നന്മയും തിന്മയുമായ സകല പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിക്കപ്പെടുന്ന മഹാപ്രദർശനത്തിന്റെ ദിവസത്തിനു മുമ്പ് അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. വഇന്നമാ യഖിഫുൽ ഹിസാബു അലാ മൻ ഹാസബ നഫ്സഹു ഫിദ്ദുനിയ. നാളെ പരലോകത്തിലെ വിചാരണ എളുപ്പമാകണമെങ്കിൽ ഇന്ന് സ്വയം വിചാരണ ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നവർക്കേ അത് എളുപ്പമാവുകയുള്ളൂ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലങ്ങളായി വർഷങ്ങളായി നമ്മൾ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരലോകത്തിന് വെച്ച് നമ്മുടെ അമലുകൾ അത് നമ്മൾ പരിശോധിക്കണം. ഫർളായ കാര്യങ്ങൾ അതിലെന്തെങ്കിലും വീഴ്ചകൾ എനിക്കുണ്ടോ? സുന്നത്തായ കർമ്മങ്ങൾ അതിലെന്തെങ്കിലും വീഴ്ചകൾ എനിക്കുണ്ടോ? നോമ്പിന്റെ കാര്യത്തിൽ എന്റെ അവസ്ഥ എന്താണ്? വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ കാര്യത്തിൽ എന്റെ അവസ്ഥ എന്താണ്? അസ്കാറുകൾ ചൊല്ലുന്ന വിഷയത്തിൽ എന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ദീനിയായ നമ്മളുടെ നിലവാരം നമ്മൾ പരിശോധിക്കുകയും നമുക്ക് കുറവുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി അഥവാ പരലോകത്തിനു വേണ്ടി. പരലോകത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് നാളെ എന്നാണ്. പരലോകം നാളെയാണോ? പരലോകം നാളെയാണോ? നാളെയാകാം, ഇന്നാകാം. നമ്മുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, നമ്മളുടെ മരണം സംഭവിച്ചാൽ ഒരുവന്റെ പരലോകം അവിടെ നിന്ന് തുടങ്ങുകയായി. പരലോകത്തിന് അത്രത്തോളം അല്ലാഹു നമ്മളിലേക്ക് അടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. നാളേക്ക് വേണ്ടി എന്താണ് മുന്നൊരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും പരിശോധിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ പരിശോധനകൾ നടത്തിയിട്ടില്ല എങ്കിൽ, നമ്മൾ അശ്രദ്ധയിലായി മുന്നോട്ടു പോയി കഴിഞ്ഞാൽ ഈ ദുനിയാവിന്റെ വിഭവങ്ങൾ നമ്മളെ മത്തുപിടിപ്പിച്ച് അങ്ങനെ മരണം നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ اقترب للناس حسابهم وهم في غفلة معرضون. മനുഷ്യർക്ക് അവരുടെ വിചാരണ അത് ആസന്നമായിരിക്കുന്നു, സമീപസ്ഥമായിരിക്കുന്നു. വൽമൗതു അദ്ന മിൻ ശിറാകി നഅലിഹി, മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനിലേക്ക് സമീപസ്ഥമാണ്. നമ്മുടെ വിചാരണ, നമ്മളുടെ പരലോകം, നമ്മുടെ ഖബർ ജീവിതം, നമ്മുടെ ബർസഖ് അതത്രയും അടുത്താണ്. എന്നാൽ മനുഷ്യന്മാർ അശ്രദ്ധയിലായി തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, മരണം മുന്നിലെത്തിയാൽ പരലോകത്തേക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്താതെ അശ്രദ്ധയിലായി മരണം നമ്മുടെ മുന്നിലെത്തിയാൽ വിലപിച്ചിട്ട് കാര്യമില്ല. യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, എന്റെ നഷ്ടമേ, എനിക്കെന്തൊരു നഷ്ടമാണ് ബാധിച്ചത്. അള്ളാഹുവിന്റെ ഭാഗത്ത്, അള്ളാഹുവിനോടുള്ള കടമകളുടെ ഭാഗത്ത്, ദീനിന്റെ കാര്യത്തിൽ
എനിക്ക് വലിയ വീഴ്ചകൾ സംഭവിച്ചല്ലോ. ഫഇൻ കുൻതു ലമിനസ് സാഖിരീൻ, നഷ്ടക്കാരോടൊപ്പം വിലപിക്കുന്ന ആളുകളിൽ ഞാൻ ഉൾപ്പെട്ടല്ലോ എന്ന് വിലപിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടുള്ളതല്ല. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. മരണം മുന്നിലെത്തിയാൽ ഒരുവൻ പറയും, എന്റെ റബ്ബേ, ഒരു കുറഞ്ഞ സമയം എനിക്കൊന്ന് നീട്ടിത്തരണം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടിത്തരികയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മാറുവാൻ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ മാറുക, തൗബകൾ ചെയ്യുക, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങുക. പിന്നീട് മാറാം, ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് ഇനിയും ജീവിക്കും, ഞാൻ ഇപ്പോൾ തന്നെ ഒന്നും മരണപ്പെടുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആയുസ്സിൽ, നമ്മുടെ ആരോഗ്യത്തിൽ വഞ്ചിതരാകാൻ ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല. സഹോദരങ്ങളെ, എത്രയെത്ര വൃദ്ധന്മാരെയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. വൃദ്ധരായ ആളുകൾ യുവാക്കളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ദിനേന എത്രയെത്ര യുവാക്കൾ, എത്രയെത്ര യുവതികൾ, എത്രയെത്ര പിഞ്ചുമക്കൾ ആണ് മരണപ്പെടുന്നത്. നാളെ നമ്മളിൽ നിന്ന് ആരാണ് മരണപ്പെടുക എന്നുള്ളത് നമുക്കൊരിക്കലും ഉറപ്പു പറയുവാൻ സാധിക്കുകയില്ല. അല്ലാഹു പറഞ്ഞു, യഇദുഹും വയുമന്നീഹിം വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറ. ശൈത്താൻ, പിശാച് മഹാവഞ്ചകനാണ്. പിശാച് മനുഷ്യന്മാരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് വ്യാമോഹങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. ഇനിയും ഒരുപാട് ഇവിടെ ജീവിക്കാം എന്നുള്ള വ്യാമോഹം ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കും. അങ്ങനെ അവൻ അശ്രദ്ധയിലായി ജീവിച്ചുകൊണ്ടേയിരിക്കും. അത് പിശാചിന്റെ ഏറ്റവും വലിയ വഞ്ചനയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. ഇതാ ഒരു വർഷത്തിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷം എന്താണ് നമ്മൾ പരലോകത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ, അല്ലാഹു പവിത്രമാക്കിയ ഒരു മാസമാണ് റജബ് മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ആ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുവാൻ പാടില്ല എന്ന് അല്ലാഹു പ്രത്യേകം താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽ മാസങ്ങളുടെ എണ്ണം അല്ലാഹുവിന്റെ അടുക്കൽ 12 എണ്ണമാണ്. അതിൽ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുണ്ട്. അതിലെ തിന്മകൾ മറ്റു മാസങ്ങളിലുള്ള തിന്മകളെക്കാൾ ഗൗരവം നിറഞ്ഞതാണ്. ആ മാസങ്ങളിൽ യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുണ്ട്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങളോട് ദുൽമ ചെയ്യുവാൻ പാടില്ല, തിന്മകൾ ചെയ്യുവാൻ, അക്രമം ചെയ്യുവാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ താക്കീത് നൽകുകയാണ്. ദുൽമ, തിന്മകൾ ഇതെല്ലാ മാസത്തിലും ഹറാം തന്നെയാണ്, എല്ലാ മാസത്തിലും ഗൗരവകരമായ കാര്യം തന്നെയാണ്. പക്ഷെ ഇത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്നത് കൂടുതൽ ഗുരുതരമായ കാര്യമാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്ന الظلم في الاشهر الحرم
അഅ്വമു ഖതീഅതൻ വവിസ്റൻ മിനൽ ദുൽമി ഫീമാ സിവാഹാ. മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഇത്തരം അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അത് കൂടുതൽ തിന്മയും കൂടുതൽ ഗൗരവകരമായ കാര്യവുമാണ് എന്ന് ഇമാം ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റജബ് മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റജബ് മാസത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ, ഒരുപാട് അനാചാരങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ബിദ്അത്തുകൾ ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കൽ വളരെ അനിവാര്യമാണ്. അത്തരം ബിദ്അത്തുകളിൽ അകപ്പെട്ട ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, റജബ് മാസത്തിൽ പ്രത്യേകം നോമ്പുകൾ നിശ്ചയിക്കുക. റജബ് മാസത്തിന്റെ തുടക്കത്തിലെ ദിവസത്തിലോ അതല്ലെങ്കിൽ ആ മാസത്തിന്റെ ആദ്യത്തെ വ്യാഴമോ വെള്ളിയോ ആയി പ്രത്യേകം നോമ്പനുഷ്ഠിക്കുക. അതല്ലെങ്കിൽ ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായ ആളുകൾ നോറ്റുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പ്, ഇസ്രാ മിഅ്റാജിന്റെ നോമ്പ്, റജബ് 27 ആളുകൾ നോൽക്കുന്ന നോമ്പ്. ഇങ്ങനെ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളിൽ കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ യാതൊരു തെളിവുമില്ല. അത് പിന്നീട് പിൽക്കാലത്ത് ആളുകൾ കെട്ടിയുണ്ടാക്കിയ ബിദ്അത്തുകളിൽപ്പെട്ടതാണ് എന്ന് മുൻഗാമികളായ എല്ലാ മദ്ഹബിന്റെ ഇമാമീങ്ങളും ഏകോപിച്ച് അവർ ഉറപ്പിച്ചു പറഞ്ഞ കാര്യമാണത്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ശാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, ലം യരിദ് ഫീ ഫദ്ലി ശഹ്രി റജബിൻ വലാ സിയാമിഹി വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യനിൻ വലാ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ. റജബ് മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട്, അതല്ലെങ്കിൽ റജബ് മാസത്തിലെ നോമ്പിന്റെ പ്രത്യേകതയായിക്കൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ നിസ്കാരത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് സ്വഹീഹായ ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് നോക്കൂ, ലം യസിഹ ഫീ ഫദ്ലി സൗമി റജബിൻ ബിഖുസൂസിഹി ഷൈഉൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി. അല്ലാഹുവിന്റെ റസൂലിൽ നിന്നോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ നിന്നോ റജബ് മാസം പ്രത്യേകം ഒരു നോമ്പുണ്ട് എന്ന വിഷയത്തിൽ ഒരു ഹദീസും ഒരു കാര്യവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. ആളുകൾ ഉണ്ടാക്കുന്ന ഹദീസുകളോ ആളുകൾ പോരിച്ച് പറയുന്ന ഹദീസുകളോ അതെല്ലാം കെട്ടിയുണ്ടാക്കപ്പെട്ട, തെളിവ് പിടിക്കാൻ അനുയോജ്യമല്ലാത്ത കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റജബ് മാസത്തിൽ പ്രത്യേക ദിവസം ഒരു നോമ്പ് അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അതല്ലാതെ ഒരുവൻ സ്ഥിരമായി വ്യാഴവും തിങ്കളും നോമ്പെടുക്കുന്ന ഒരാളാണ് എങ്കിൽ അവന് നോമ്പെടുക്കാം. സ്ഥിരമായി എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും തിങ്കളും വ്യാഴവും ഒരുവൻ നോമ്പെടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ നോമ്പെടുക്കുന്നുണ്ട്, അതെടുക്കാം. അതല്ലാതെ റജബിൽ പ്രത്യേകം ഒരു നോമ്പുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിന് പ്രത്യേകം പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു നോമ്പും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, റജബ് മാസത്തിൽ പ്രത്യേകമായിട്ടുള്ള നിസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്ന പേരുള്ള നിസ്കാരം നമ്മുടെ നാടുകളിലെല്ലാം ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഇരുട്ടത്ത് ആളുകളെ ഒരുമിച്ച് കൂട്ടി പ്രത്യേക ഒരു നിസ്കാരമുണ്ടാക്കി ആ നിസ്കാരത്തിന് സ്വലാത്തുർ റഗായിബ് എന്ന പേരിട്ടുകൊണ്ട് നമ്മുടെ നാടുകളിലെല്ലാം വ്യാപകമായി നടത്തപ്പെടുന്ന ഒരു നിസ്കാരമാണ്. എന്താണ് ഈ നിസ്കാരത്തിന്റെ അവസ്ഥ? ഈ നിസ്കാരവും ഈ പറഞ്ഞതുപോലെ തന്നെ സ്വഹാബികളോ അള്ളാഹുവിന്റെ റസൂലോ ആചരിച്ചിട്ടോ പഠിപ്പിച്ചിട്ടോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇമാം അൽ ഫഖീഹ് ഇബ്നുൽ അത്താർ അശ്ശാഫിഈ റഹിമഹുല്ലാഹ്, ശാഫിഈ മദ്ഹബിൽ തന്നെ വളരെ പ്രമുഖനായ പണ്ഡിതനാണ് ഇബ്നുൽ അത്താർ. അദ്ദേഹം പറയുകയാണ്, വലിയ ഫഖീഹാണ് അദ്ദേഹം പറയുകയാണ് വൽ അഹാദീസുൽ മർവിയതു ഫീ ഫദ്ലിഹാ കുല്ലുഹാ മൗദൂഅത്തുൻ ബിത്തിഫാഖി അഹ്ലി അൻ-നഖ്ൽ വൽ അദാല. പണ്ഡിതന്മാരുടെ ഇത്തിഫാഖുള്ള ഏകോപനമുള്ള കാര്യമാണ് ഈ നിസ്കാരം അഥവാ സ്വലാത്തുർ റഗായിബ് എന്ന പേരുള്ള നിസ്കാരം. ആ നിസ്കാരത്തിന്റെ ഫളലുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെല്ലാം മൗദൂഅൻ, കെട്ടിയുണ്ടാക്കപ്പെട്ട നിർമ്മിതമായ ഹദീസാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്, ഏകോപനമുണ്ട് എന്ന് ഇബ്നുൽ അത്താർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ സ്വലാത്തുർ റഗായിബ് റജബ് മാസത്തിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ രാത്രിയിൽ എല്ലാവരും കൂടി നിർവഹിക്കാം എന്ന വിഷയത്തിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് യാതൊരു തെളിവുമില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറയുന്നത് നോക്കൂ, ലം യസിഹ ഫീ റജബിൻ സ്വലാത്തുൻ മഖ്സൂസത്തുൻ തഖ്തസ്സു ബിഹി. പ്രത്യേകമായ ഒരു നിസ്കാരവും റജബിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. വൽ അഹാദീസുൽ മർവിയതു ഫീ ഫളി സ്വലാത്തിർ റഗായിബി കദിബുൻ വബാതിലുൻ ലാ തസിഹ്. സ്വലാത്തുർ റഗായിബിന്റെ ഫള് പറയുന്ന ഹദീസുകളെല്ലാം കളവാണ്, നിരർത്ഥകമാണ്, ബാത്തിലാണ്, കെദിബാണ്, അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇത് ബിദ്അത്തായ ഒരു നിസ്കാരമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ, സ്വഹാബത്തിന്റെ ചര്യയിൽ അതിന് യാതൊരു തെളിവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റജബ് മാസത്തിന് എന്തെങ്കിലും ഇബാദത്തുകൾ കൊണ്ട് പ്രത്യേകത ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പഠിപ്പിച്ച കാര്യമല്ല. നേരെ മറിച്ച് സ്വഹാബികൾ പറഞ്ഞതിനനുസരിച്ച് റജബ് മാസത്തിന് എന്തെങ്കിലും പോരിശ നൽകൽ ജാഹിലിയ്യത്തിലെ പ്രവണതയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല എങ്കിൽ അത് ജാഹിലിയ്യത്താണ് എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ പറയുകയാണ്, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് യദ്രിബു അകുഫ الناس في റജബ്. റജബിൽ പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുടെ കൈപ്പത്തിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹത്താ യദഉഹാ ഫിൽ ജഫാൻ. അങ്ങനെ കൈയിനടിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണത്തളികയിൽ അവിടെ കൈ പതിക്കുമാർ അതുവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റജബിൽ പ്രത്യേകമായി നോമ്പെടുത്ത ആളുകളെ കൈപ്പത്തിക്ക് അടിക്കാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാം. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, കുലു, നിങ്ങൾ തിന്നുക, നിങ്ങൾ ഭക്ഷിക്കുക. ഫഇന്നമാ ഹുവ ശഹ്റുൻ കാന യുഅദ്ദിമുഹു അഹ്ലുൽ ജാഹിലിയ്യ. റജബിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളത്, റജബിന് പോരിശ നൽകുക എന്നുള്ളത് ജാഹിലിയ്യത്തിലെ ആളുകളുടെ പരിപാടിയായിരുന്നു. അതുകൊണ്ട് റജബിൽ പ്രത്യേക ഒരു പോരിശ, റജബിൽ പ്രത്യേക ഒരു നോമ്പ്, പ്രത്യേക ഒരു നിസ്കാരമില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പല ആളുകളും പ്രചരിപ്പിക്കുന്നത് റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ആ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട നോമ്പ്, അതുമായി ബന്ധപ്പെട്ട നിസ്കാരം, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഘോഷം, ഭക്ഷണം ഉണ്ടാക്കൽ, വിതരണം ചെയ്യൽ, ആളുകൾ ഒരുമിച്ച് കൂട്ടൽ, ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഷഹർ റജബിനെ പ്രത്യേകവൽക്കരിക്കുന്നതായി കാണാൻ സാധിക്കും. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് റജബിൽ ഇസ്രാ മിഅ്റാജ് നടന്നു എന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും ദുർബലമായ അഭിപ്രായമാണ്. ഇസ്രാ മിഅ്റാജ് ഏത് മാസത്തിലാണ് നടന്നത് എന്നതിൽ ധാരാളം അഭിപ്രായമുണ്ട്. റബീഉൽ അവ്വലിലാണ് എന്ന അഭിപ്രായമുണ്ട്, റബീഉൽ ആഖിറിലാണ് എന്ന അഭിപ്രായമുണ്ട്, ശവ്വാലിലാണ് എന്ന അഭിപ്രായമുണ്ട്, റജബിലാണ് എന്ന അഭിപ്രായമുണ്ട്. ഇനി മാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ദിവസങ്ങളുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ റജബിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നതാണ് ഏറ്റവും ദുർബലമായ അഭിപ്രായമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
റജബിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നതിൽ യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രാ മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണത്. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് 7 ആകാശത്തിന്റെയും മുകളിലേക്കും കൊണ്ടുപോവുകയും അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം നിർബന്ധമാക്കി കൊടുക്കുകയും അതേ രാത്രി മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ്. വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്. പക്ഷെ അത് റജബിലാണ് സംഭവിച്ചത് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു തെളിവും ഒരു പണ്ഡിത വാചകവും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇബ്നു ദിഹ്യ അൽ മാലിക്കി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, വദക്കറ ബഅദുൽ ഖുസ്സാസ്, ചില കഥ പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറയാറുണ്ട്, എന്താണ്, അന്നൽ ഇസ്രാ കാന ഫീ റജബിൻ, ഇസ്രാ മിഅ്റാജ് നടന്നത് റജബിലാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. വദാലിക ഇൻദ അഹ്ലി തഅജീൽ വത്തജ്രീഹ് ഐനുൽ കദിബ്, അത് പണ്ഡിതന്മാർക്കിടയിൽ കല്ല് വെച്ച നുണയാണ്, അത് പച്ച നുണയാണ് എന്നാണ് മാലിക്കി മദ്ഹബിൽ പ്രമുഖനായ ഫഖീഹായിരുന്ന ഇബ്നു ദിഹ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇബ്നുൽ അത്താർ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് നോക്കൂ, ذكر بعضهم, ചില ആളുകൾ പറയുന്നു, അന്നൽ മിഅ്റാജ് വൽ ഇസ്രാ, ഇസ്രാ മിഅ്റാജ് കാന ഫീ റജബ്, റജബ് മാസത്തിലാണ് എന്ന് ചില ആളുകൾ പറയുന്നു. വലം യസ്ബുത് ദാലിക, ഇതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ബിദ്അത്തുകൾ, ഇത്തരം അനാചാരങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. അതൊന്നും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ബിദ്അത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബിദ്അത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി നമുക്ക് താക്കീത് നൽകിയ കാര്യങ്ങളാണ്. എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നത് എന്താ? കുല്ലു ബിദ്അത്തിൻ ളലാലഹ്, എല്ലാ ബിദ്അത്തുകളും അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത അനാചാരങ്ങൾ അതെല്ലാം വഴികേടാണ് എന്നാണ്. അതെല്ലാം ജനങ്ങൾ ജനങ്ങൾ അതിനെ, നാട്ടുകാർ അതിനെ നല്ലതായി കാണുന്നുണ്ട് എങ്കിലും, നാട്ടുകാർ ഇസ്രാ മിഅ്റാജ് നോമ്പെടുക്കുന്നുണ്ട് എങ്കിലും, നാട്ടുകാർ നമ്മുടെ മഹല്ല് പള്ളിയിൽ സ്വലാത്തുർ റഗായിബ് നടത്തപ്പെടുന്നുണ്ട് എങ്കിലും, നമ്മുടെ നാട്ടുകളിൽ ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് എങ്കിലും, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത കാര്യമാണോ അതെല്ലാം ളലാലത്താണ്, വഴികേടാണ്. ഒരു മുസ്ലിമിനെ ചെയ്യാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്തൊരു അമൽ ചെയ്താൽ അത് തള്ളപ്പെടുന്നതാണ്. അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, അവനത് പ്രതിഫലം കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം പുതുതായി ഈ ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ അതും നമുക്ക് സ്വീകരിക്കാൻ പാടില്ല, തള്ളണം. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും പഠിപ്പിച്ചിട്ടില്ലേ, നമുക്ക് സ്വീകരിക്കാൻ പാടില്ല, തള്ളിക്കളയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പഠിപ്പിക്കാത്തൊരു ഖൈറുമില്ല. അവിടുന്ന് എല്ലാ ഖൈറുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബിദ്അത്തുകളെ ഗൗരവകരമായി നമ്മൾ കാണുക. ബിദ്അത്തുകൾ അത് മഅസിയത്തുകളെക്കാൾ, തിന്മകളെക്കാൾ അപകടകരമായതാണ്. നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് ആ വെള്ളം, ആ ഹൗദിലെ വെള്ളം അത് കുടിക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ബിദ്അത്തുകൾ. അല്ലാഹുവിന്റെ റസൂലും മലക്കുകളും അവിടെ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന ആളുകളാണ് ബിദ്അത്തുകാർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിന് മുമ്പ് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും ശിർക്കുകളിൽ നിന്നും ഈ ഉമ്മത്തിനെയും നമ്മളേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم جنبنا البدع والخرافات اللهم ارزقنا الحق
وارزقنا اتباعه. اللهم ارزقنا اجتناب البدع والخرافات. وأقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മഹത്തായ കാര്യമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അതിനുശേഷം മലക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഓരോ ശാസ്ത്രത്തിനനുസരിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ ബാധ്യതകൾ അത് നിറവേറ്റപ്പെടുകയില്ല. എങ്ങനെയാണ് സഹോദരങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള ബാധ്യത അത് നിറവേറ്റപ്പെടുക? ഓരോ സ്വലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ നമുക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ 10 തിന്മകൾ ഓരോ സ്വലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മായ്ച്ചു കളയുന്നു. ഓരോ സ്വലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദറജകൾ, അത് നമ്മളുടെ 10 ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നു. ഓരോ സ്വലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വലാത്ത് ചൊല്ലിയവൻ അല്ലാഹു അവനെ 10 തവണ മലക്കുകൾക്കിടയിൽ പുകഴ്ത്തുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം ധാരാളമായി അത് അധികരിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഏറ്റവും അടുപ്പമുള്ളവൻ അവന്റെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവനാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളമായി അധികരിപ്പിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങൾ, വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയുടെ സന്ദർഭമുണ്ട്. ആ സമയത്ത് നമ്മളുടെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ നമ്മൾ ചോദിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ സമയമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൽതമിസൂഹ ആഖിറ സഅതി ബഅദൽ അസ്ർ. അസ്റിന് ശേഷമുള്ള അവസാന സമയം, ആ സമയത്തിൽ നിങ്ങൾ ആ സമയത്തിനെ പ്രതീക്ഷിക്കുക, ആ സന്ദർഭത്തിനെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്തിന്റെ വിഷയത്തിൽ നമ്മൾ അശ്രദ്ധനാവാതിരിക്കുക. ധാരാളമായി സ്വലാത്ത് ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നേറുവാൻ നമ്മൾ മത്സരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد
وعلى آله وأصحابه وسلم.